ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ 4:30ക്കുള്ള ഷോയ്ക്ക് ഞാൻ പുഷ്പ റൂൾ സിനിമ കാണാനായിട്ട് പോയി. നമ്മുടെ പാരിപ്പള്ളി രേവതിയിൽ ടിക്കറ്റ് ഡിസംബർ 1 തന്നെ ബുക്ക് മൈ ഷോയിൽ സിനിമ വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തിരിപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു നല്ല അല്ലു അർജുൻ ഫാനാണ്. അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ആദ്യം മുതൽ ഇഷ്ടമാണ്. കാരണം ഒരു പിന്നെ കുട്ടിക്കാലമൊക്കെ നല്ല മനോഹരമാക്കിയത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സിനിമയും. അങ്ങനെ ഒരു ആരാധന തോന്നിയ ഒരാളാണ് ഈ പറഞ്ഞ അല്ലു അർജുൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് എന്തായാലും പോയി. കാരണം പുഷ്പ ഫസ്റ്റിനെ കുറിച്ചൊന്ന് പറയാം. ഫസ്റ്റ് കാണാൻ പോയ സമയത്ത് ഞാൻ അല്ലു അർജുൻ ഫാൻ ആയതുകൊണ്ട് ഫാമിലിയിൽ എല്ലാവർക്കും സിനിമ കാണാനായിട്ട് ഞാനാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു എല്ലാവരുടെ അടുത്തും, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരടുത്തും അതേ കണക്ക് തന്നെ എല്ലായിടത്തും പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം സിനിമ എന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഡേ ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞ പുഷ്പം ഇറങ്ങിയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ ആ സിനിമ കണ്ടു. മലയാളം ആണ് ബുക്ക് ചെയ്തെങ്കിലും കിട്ടിയത് തമിഴായിരുന്നു. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഫാമിലിയും എല്ലാവരുമായിട്ട് രണ്ടാമത് എനിക്ക് ഒരു ദിവസം കൂടി പോകേണ്ടി വന്നു മലയാളം കാണാനായിട്ട്. കാരണം എല്ലാവരും പറഞ്ഞു കാണിക്കണമെന്ന് പറഞ്ഞു, സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുപോയി. പക്ഷേ അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേ കണക്ക് തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഫസ്റ്റ് ഡേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സെക്കൻഡ് ടൈം കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ഈ സിനിമയും. കാരണം കണ്ട സമയത്ത് നമ്മളൊരിക്കലും KGF ബാഹുബലി കണക്ക് ഒരു ഭയങ്കര വാവൊന്നും പുഷ്പ ഒന്നിലും ഇല്ല, അത് നിങ്ങൾക്കും അറിയാം. പക്ഷെ അന്ന് ഞാൻ ഈ ഒരു ആരാധകനാണല്ലോ, ഈ യൂട്യൂബിലൊക്കെ അന്ന് റിവ്യൂ നോക്കിയപ്പം എല്ലാ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ആൾക്കാർ അതിനെയൊക്കെ ഭയങ്കര അപരാധം കണക്കൊക്കെ പറയുന്നു. യെസ്, ഈ ആനിമൽ സിനിമ കണ്ടപ്പോൾ ഇതേ കണക്ക് പല ആൾക്കാരും പറഞ്ഞു സിനിമയെ കണക്ക് കാണണം, അല്ലാതെ ഇരുന്ന് അതിനെ ജഡ്ജ് ചെയ്ത് ഇങ്ങനെ കീറി മുറിക്കാൻ നിൽക്കില്ല. അതിന് സിനിമ അവർക്ക് പൈസ കിട്ടും, ആൾക്കാർ കാണും, പൈസ കിട്ടും. സത്യം പറഞ്ഞാൽ ഈ സിനിമ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന ഒരു പരിധി വരെ കറക്റ്റാണ്. കാര്യം ഈ ചെറുപ്പക്കാർ പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഏജ് കാറ്റഗറി പറയുന്ന, അല്ലെങ്കിൽ ബുദ്ധിരാക്ഷസൻ എന്ന് പറയുന്ന ഒരു അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് മാത്രം കേൾക്കല്ലോ. നമുക്ക് ഒരു സിനിമ കാണാൻ ഇഷ്ടമാണെങ്കിൽ പോയി കാണണം. കണ്ടിട്ട് നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അല്ല ഇവർക്ക് ചിലപ്പോൾ നല്ല പടങ്ങളെന്ന് തോന്നി നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഇവർക്ക് മോശം പടങ്ങളായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ഈ പുഷ്പ 2 നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരാരെയും കാണില്ല. ഈ ആനിമൽ ഇതേ കണക്ക് ഇവരാരും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ നൗഫ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ബ്രദർ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആ നല്ല പടമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് പോയി കേട്ടിട്ട് ഒരു ദിവസം ഞാൻ ലിജിനും കൂടി നൈറ്റ് നല്ല 3 മണിക്കൂറുള്ള പടമാണ് ഒന്ന് പോയി കണ്ടു. സോ കണ്ടിട്ട് ഒരു ലാഗും അടിച്ചില്ല, നല്ലൊരു ഫീൽ എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാം കീറി മുറിച്ച് ഞാനിരുന്ന് ആലോചിക്കുന്നൊന്നുമില്ല. സിനിമ ഭയങ്കര രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ OTT വന്നപ്പോഴും ഞാനിരുന്ന് കണ്ടു, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ, സിനിമ ഞാൻ കൊച്ചിയിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ വരുമില്ലെന്നൊന്നും ഉറപ്പില്ലായിരുന്നു നാട്ടിലോട്ട്. എന്നാലും ഞാൻ ബുക്ക് ചെയ്തു. കാര്യം വരുവാണെങ്കിൽ പോയി കാണാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് വരാനായിട്ട് സാധിച്ചു. ഇന്നലെ രാത്രിയാണ് ഞാൻ നാട്ടിലെത്തിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പോയി രാവിലെ ഉറക്കം എഴുന്നേറ്റ് 4:30ക്കുള്ള ഷോ ആയിരുന്നു. 3:30 ഉറക്കം എഴുന്നേറ്റ് ഫ്രഷായി ഞാൻ പോയി കണ്ടു. കണ്ട നല്ല റഷായിരുന്നു. കാരണം അല്ലുവിൻ്റെ സിനിമയ്ക്ക് ഞാനിങ്ങനെ റഷ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. പുഷ്പയ്ക്ക് ഫസ്റ്റിനൊന്നും ഇങ്ങനെ റഷൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ കണ്ടു, മനസ്സിൻ്റെ അകത്ത് അറിയാം ഇതൊരിക്കലും ഒരു KGF ബാഹുബലി ഒന്നും അല്ലെന്ന്. ആ ഒരു ഇതിൽ തന്നെയാണ് കണ്ടത്. കാരണം വെറുപ്പിക്കുമോ എന്ന് മാത്രമേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സിനിമ കണ്ടിറങ്ങിയത് വെറുപ്പിച്ചില്ല. പക്ഷേ എല്ലാം ഒരു ഓക്കെ ഫീലായിരുന്നു, ഒരു ആവറേജ് ഫീലേ ഉണ്ടായിരുന്നു. വാവ് ഒന്നും ഉണ്ടായില്ല. ഒരിക്കലും ഒരു KGF അല്ല പുഷ്പ എന്ന് എനിക്കറിയാം, ഒരു ബാഹുബലി ഇല്ലെന്നും എനിക്കറിയാം. ആ ഒരു ഇതുണ്ടല്ലോ. സോ അത് കഴിഞ്ഞ് ഇൻ്റർവെൽ സമയത്ത് ഞാൻ ഏതോ ഒരു ചുമ്മാതെ ഇങ്ങനെ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഐഫോണിനെ കുറിച്ച് കുറ്റം പറയുന്നിടത്തുണ്ടല്ലോ, ആ പയ്യൻ, അവൻ്റെ പേര് മറന്നു, പോട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിവ്യൂവിൽ നെഗറ്റീവ്, അതിൻ്റെ കമൻറ്റ് ഞാൻ ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്തു. വീഡിയോ കണ്ടില്ല, കാരണം ഞാൻ ഹാഫ് വഴിയേ നേരുള്ളൂ. ഭയങ്കര നെഗറ്റീവ്. അപ്പോഴും എൻ്റെ മനസ്സ് ഫുള്ളും നെഗറ്റീവ് അടിച്ചു. ആ നെഗറ്റീവ് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, സിനിമ ഒത്തുവരുന്ന് കണ്ടു. സിനിമ കണ്ടു തീർന്നപ്പം ഈ കങ്കോ സിനിമ ഞാൻ പോയി കണ്ട് വെറുത്ത് പോയിട്ടുണ്ട്. അതേ കണക്ക് തന്നെ മറ്റുള്ള വിജയുടെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങി ഡബിളായിട്ടുള്ള പടം ഉണ്ടല്ലോ, ആ ഗോട്ട്, അതും കണ്ട് ഒരു ഭയങ്കര വെറുത്തായിപ്പോയി. അത് ഇറങ്ങിപ്പോകാൻ തോന്നി. ചില ആൾക്കാർ വെറുത്തില്ല, ഇറങ്ങിപ്പോകാനൊക്കെ തോന്നിയിരുന്നു. സോ സീരിയസ് ആയിട്ട് ആ സമയത്ത് ലാസ്റ്റൊക്കെ വന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ സിനിമയായിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും തോന്നിയില്ല. ആ ഒരു സിനിമയുടെ അത്ര മോശമൊന്നും ആയിരുന്നില്ല കേട്ടോ, ഒരിക്കലും. ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതേസമയം തന്നെ ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ പുഷ്പ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഓക്കെ ഫീൽ ഒരു ആവറേജ് പടമാണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടിൽ പറഞ്ഞ കണക്ക് ഈ റിവ്യൂവർമാരെയൊന്നും പോയി കാണാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലുവിന് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോർമൽ, എനിക്കൊന്നും ഫാമിലി ഓഡിയൻസിന് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത്. കാര്യം ഫാമിലിക്കൊന്നും എന്തായാലും ഈ അടി മറ്റേ ഭയങ്കര സംഭവങ്ങൾ ഒക്കെ പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും.
അതായിരിക്കും ഈ 4:30-ക്കൊക്കെ പോയത്. അതിൻ്റെ റിവ്യൂ ആയിരിക്കും ഇപ്പോൾ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു നോർമൽ വേയിൽ കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല പടം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയി കാണുക. ശരി, നമുക്ക്